എല്ലാവർക്കും നമസ്കാരം. വളരെ ടേസ്റ്റുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് മീഡിയം സൈസ് സവാള നല്ല പൊടിപൊടിയെ അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. സവാള വഴണ്ടി വരേണ്ട ഉപ്പ് കൂടി ചേർത്തു. പിന്നീട് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ പൊടികളായ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും എരിവിനാവശ്യമായ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറു തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണം എന്തായാലും മാറ്റിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം. തക്കാളി വെന്ത് വരുമ്പോഴത്തേക്കും ഒരു തേങ്ങയുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നടുവേ ഒന്ന് മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മുട്ടയുടെ പകുതിയുടെ ഉണ്ണിയാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കറിയിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും, ചെറിയൊരു കൊഴുപ്പും കിട്ടും. ആ മുട്ടയുടെ മഞ്ഞ കറിയിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കറി ഒന്ന് തിളക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതായാലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.